എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ചാറ്റ് ഞാൻ ഓപ്പൺ ചെയ്യാത്തത് നിങ്ങളോടുള്ള വിദ്വേഷം കൊണ്ടല്ല. എൻ്റെ കയ്യിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഓർപ്പിക്കേണ്ടി വരും. ഓപ്പൺ ചെയ്തില്ലെങ്കിൽ ഓപ്പൺ ചെയ്യാത്തത് ഏതാണെന്ന് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഒന്നും വിചാരിക്കേണ്ട. ഇപ്പം ഞാൻ മെമ്പേഴ്സിൻ്റെതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മെമ്പർഷിപ്പ് എടുത്തു വരാൻ ശ്രമിക്കുക. ഹരേ കൃഷ്ണ. ശ്രീകാന്ത് സാർ, എൻ്റെ ഈ അനുഭവം ത്രിമധുരത്തിൽ വായിക്കണം കേട്ടോ. ത്രിമധുരം ഗ്രൂപ്പിൽ അംഗമാകാനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ടാണ്. ആഹാ, അപ്പോൾ മെമ്പർ അല്ലല്ലേ? ഓക്കെ, അത് സന്തോഷം. ഈ അനുഭവം എന്തായാലും വായിക്കുമെന്ന് വിശ്വസിക്കുന്നു. സാർ, എൻ്റെ വീട് ചാലക്കുടിയിലാണ്. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് കണ്ണൂർ പറശ്ശിനിക്കടവിലാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഈ ഒരു അനുഭവം കിട്ടിയത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇളയ ആങ്ങളയുടെ മകളുടെ കല്യാണം വളരെ നാളുകളായി ആലോചിച്ച് വെച്ചിട്ട് ഇപ്പോൾ 3 മാസമായി കല്യാണം കഴിഞ്ഞിട്ട്. ഒക്ടോബർ 25-26 തീയതിയിലായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിലായിരുന്നു താലികെട്ട്. ഈ കല്യാണത്തിന് വീട്ടിലെ ഒരുക്കങ്ങളൊന്നും നടന്നിട്ടില്ലായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ വീടിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. മോളുടെ മുറി മാത്രം ഉമ്മറവും നന്നാക്കിയെടുത്തു. ബാക്കി ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു വിഷമവും കല്യാണത്തിനുള്ള ചെലവിനുള്ള പൈസ പോലും ആയില്ല. അങ്ങനെ ഞാൻ ചാരിറ്റി പോലുള്ള ആളുകളെ നടത്തി കൊടുക്കുമല്ലോ, അങ്ങനെ അന്വേഷിച്ചു. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. വീട്ടിലാണെങ്കിൽ മൂത്ത ഏട്ടന്മാരൊന്നും ഒന്നും ചോദിക്കുന്നില്ലെന്നും പറയുന്നില്ലെന്നും പറഞ്ഞ് അവർക്ക് ഭയങ്കര വിഷമമാണ്. ചോദിക്കുന്നിടത്ത് നിന്ന് പിന്നെയും പറയാമെന്നല്ലാതെ ആരും ഒന്നും പറയുന്നില്ല. വിഷമങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, കണ്ണനെ വിളിച്ച് നന്നായി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ ദിവസവും കണ്ണനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഭഗവാനെ, എൻ്റെ മോന് ഒരു കൂടപ്പിറപ്പിനെ പോലെയും ഒരു മകനെ പോലെയും കൂടെ നിന്ന് സഹായിക്കണേ എന്ന്. അവർക്കൊരു ബാധ്യതയും വരാത്ത വിധം കാര്യങ്ങൾ നടത്തി കൊടുക്കണമെന്ന്. മോൾക്ക് സ്വർണ്ണം ഒന്നും കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. എന്തായാലും ഭഗവാൻ എല്ലാം നടത്തി തന്നു. ഞങ്ങളുടെ അച്ഛൻ്റെ അനിയൻ്റെ മകൻ്റെ മകൻ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തി തന്നു. അതായത് ഗംഭീരമായ തോരണങ്ങൾ തൂക്കിയിട്ടുള്ള കല്യാണ മണ്ഡപം, 2 തരം പായസമടങ്ങിയ വിഭവസമൃദ്ധമായ സദ്യ, അതുപോലെ വിവാഹത്തിൻ്റെതായ എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ വിചാരിച്ചതിലും ഗംഗേമമായി നടത്തി തന്നു. ഇതെല്ലാം ഭഗവാന്റെ കാരുണ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഞാൻ ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളുടെ മോളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വരണേന്ന്. ഭഗവാൻ വന്നു. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവർ 2 പേരും ഇരിക്കുന്ന മണ്ഡപത്തിന് ചുറ്റും മുല്ലമാലകൾ കൊണ്ട് തോരണം തൂക്കിയിട്ടിരുന്നു. അതിങ്ങനെ മെല്ലെ ഇളകി ആടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ മനസ്സിൽ ഭഗവാന് നന്ദി പറഞ്ഞു. അതെ, ഭഗവാൻ വന്നിട്ടുണ്ട്. ഒരു കുറ്റവും കുറവും ഇല്ലാത്ത രീതിയിൽ എല്ലാം ഭംഗിയായി നടത്തി തന്നു. അതുപോലെ 2 ദിവസം മഴയേ ഉണ്ടായിരുന്നില്ല. കല്യാണത്തിൻ്റെ അന്നു തന്നെ അവർ ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ തുടങ്ങി ഭയങ്കര കാറ്റും മഴയും. എൻ്റെ കൃഷ്ണ, ഞങ്ങളെ കാത്തു. ഈ മഴയും കാറ്റും ഇന്നലെ ആയിരുന്നെങ്കിൽ എങ്ങനെ ആൾക്കാർ കല്യാണ സദ്യ കൂടാൻ വരും? എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി തരും. ഗുരുവായൂരപ്പനോട് ഞാൻ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇത് എഴുതാൻ വൈകിയതിൽ ക്ഷമിക്കണേ കണ്ണാ. എഴുതിയത് കൂടിപ്പോയാലോ എന്നൊരു തോന്നൽ. ക്ഷമിക്കണം സാർ. കൃഷ്ണ ഗുരുവായൂരപ്പ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ആദ്യം പറഞ്ഞല്ലോ എനിക്ക് ഗ്രൂപ്പിൽ വരാൻ പൈസ ഇല്ലായിട്ടാണെന്നുള്ളത്. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എനിക്ക് അതുകൊണ്ട് നിങ്ങളെ നിർബന്ധിക്കാനും പറ്റാത്തത് അതുകൊണ്ടാണ്. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയും മെസ്സേജുകൾ വരുന്നുണ്ട്, അനുഭവങ്ങൾ. അപ്പോൾ എനിക്കൊരു ക്രൈറ്റീരിയ വെക്കാതെ യാതൊരു രക്ഷയില്ല. എൻ്റെ ഇൻബോക്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അതുകൊണ്ടാണ് ഞാനങ്ങനെ മെമ്പേഴ്സായിട്ട് വരിക എന്ന് പറയുന്നത്. കഴിയുന്നവരൊക്കെ വരാൻ ശ്രമിക്കുക. അല്ലാത്തവരുടേത് ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് വായിക്കും. അത്രയും സാധിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ്. ഹരേ കൃഷ്ണ.